ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സിലെ മനസ്സിന് ആർക്ക് മനസ്സിലാവും ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്. കാരണം ഇത് ടാർഗറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഡൗൺ എന്ന് പറഞ്ഞാൽ കൊള്ളാനുള്ള ചാൻസ് വരും. സിവിലിയൻസ് കൂടെ ആകുമ്പോൾ ഡോക്ടേഴ്സും മറ്റും അവർ പറഞ്ഞാലും മനസ്സിലാവില്ല. അവരെ നമ്മൾ കിടന്നാൽ പോരാ, അവരെ പുള്ളിയുടെ പോലീസിന്റെ ലാംഗ്വേജ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്നല്ലേ ബാക്കിയുള്ള ഒഫീഷ്യൽസിനും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പാരൽ ഇതൊക്കെ എല്ലാം ഈ പാരൽ ട്രജക്ടറി പാരലാണല്ലോ തോക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ ആകുമ്പോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ കുറേ നമുക്ക് ഈ ഇതിൻ്റെ അപകടത്തിന് ഫയറിൻ്റെ അപകടത്തിന് രക്ഷപ്പെടാം. പക്ഷെ അവിടെ ഇത് പറഞ്ഞാൽ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുള്ളവരെ നമ്മൾ പുള്ളി ചെയ്യാതെ അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അങ്ങനത്തെ സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു ഫയറിങ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ മാവോയിസ്റ്റിന്റെ കാര്യം അറ്റാക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന അജിത മാം വയനാട് SP ആയിരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് പലപ്പോഴും ഇടപെടേണ്ട, വേറെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നല്ല നല്ല കാര്യങ്ങളിലാണ് ഇടപെടേണ്ട അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് മാഡത്തിന്റെ മകൻ, ഇപ്പൊ 2 കുട്ടികളുണ്ട്, അന്ന് മകൻ ചെറുതായിരിക്കുന്ന സമയത്ത്, ഞാനിത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ അല്ലേ, ഒരു പ്രോഗ്രാമിന് മാഡം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അന്ന് മോനും ഉണ്ട്, സതീഷ് സാർ അവിടെ ഇല്ല അന്ന്. സാർ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 9:30-10 മണിയായി കാണും. അന്ന് വയനാട്ടിൽ ഈ പറഞ്ഞതുപോലെ മാവോയിസ്റ്റിന്റെ ഇഷ്യൂസ് പലയിടത്തായിട്ടുള്ള ഒരു സമയമാണ്. എപ്പോഴും തണ്ടർ ബോൾട്ട് പല റോഡുകളിലും നമ്മൾ കാണും. ആ സമയത്ത് മാഡം ഒരു 9:30-10 മണിയായിട്ട് പ്രോഗ്രാമിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഫോൺ വരുന്നത്. അപ്പോൾ